നമസ്കാരം. നമ്മളിന്ന് നിൽക്കുന്നത് കോവളം ബീച്ചിലാണ്. തിരുവനന്തപുരത്ത് വരുന്നവർ തീർച്ചയായും പോകേണ്ട ഒരു സ്ഥലമാണ് കോവളം ബീച്ച്. കോവളം ബീച്ചിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. തിരുവനന്തപുരത്ത് വരുമ്പോൾ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മനോഹരമായ ബീച്ചാണ് കോവളം ബീച്ച്. മറ്റു ബീച്ചുകളിൽ നിന്ന് കോവളത്തെ വ്യത്യസ്തമാക്കുന്നത് ആ ഒരു പ്രകൃതി ഭംഗിയാണ്. അതിനോടൊപ്പം തന്നെ നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടറും എല്ലാം കോവളത്തെ മനോഹരമാക്കുന്നു. കോവളം ബീച്ചിനോട് സൈഡിൽ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ ഒരുപാട് സുവനീർ ഷോപ്പുകളും ആർട്ട് ഗാലറികളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെയോ വൈകുന്നേരമോ കടൽക്കാറ്റ് കൊണ്ടുള്ള നടത്തത്തിനും ചെറിയ ചെറിയ ഷോപ്പിങ്ങിനും എല്ലാം ഈ ഒരു സ്ഥലം മികച്ചതാണ്. മറ്റു ബീച്ചുകളിൽ നിന്ന് വിഭിന്നമായി ഇവിടെ വലിയ തിരക്കില്ല. ഗോവയിലെ ഓം ബീച്ചിനെ പോലെയാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് കിടക്കുന്നത്. അത് തന്നെ ഇതിനെ വല്ലാതെ ഭംഗിയുള്ളതാക്കും. കോവളം ബീച്ചിനോട് അടുത്ത് തന്നെ ഒരുപാട് ഹോട്ടൽസുകളും റിസോർട്ടുകളും അവൈലബിൾ ആണ്. ഞങ്ങൾ സ്റ്റേ ചെയ്തത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ജീവൻ ബീച്ച് റിസോർട്ടിലാണ്. നല്ല വൃത്തിയുള്ള റൂമായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയിരുന്നു. അതിനോട് ചേർന്ന് തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്. എല്ലാം കൊണ്ട് നല്ലൊരു റൂമായിരുന്നു എടുത്തത്. ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഹലോ സുഹൃത്തുക്കളെ, ഗുഡ് മോർണിംഗ്. ഇന്നലെ നല്ലൊരു ഉറക്കം ഉറങ്ങി. ഇന്നലത്തെ ഡിന്നർ വളരെ നന്നായിരുന്നു. ഇന്ന് നോക്കൂ, നമ്മൾ കോവളത്തോട് വിട പറയുകയാണ്. കോവളം വളരെ നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. തിരുവനന്തപുരത്ത് വരുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് കോവളം. പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. താങ്ക്